OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ OTT-കാർ ഒരു വില പറയും, അത് കൊടുത്ത് നമ്മൾ അതവർക്ക് കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പം ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കും. അവർ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തതനുസരിച്ച് ജൂൺ 1-ാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡക്ഷനും ഇല്ല, എക്സിബിഷനും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാൻ പറ്റും 100-ൽ 90 സിനിമ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളിംഗ് ആണ്. 10 സിനിമ മാത്രമല്ല ശരിക്കും ഒരു ലാഭത്തിലേക്ക് വരുന്നുള്ളൂ. ഞാൻ പറയുന്നു വീണ്ടും പല തിയേറ്റർ അടച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷം തുറന്നാലും ഇത് വരും. അപ്പോൾ തിയേറ്റർ വല്ലാതെ കുറയാൻ സാധ്യതയുണ്ട്. ഞാൻ മലയാള സിനിമയുടെ ഭാവിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വെറും ഈ മൾട്ടിപ്ലസിലേക്ക് വരും. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന അവിടെ 250 കൊടുക്കുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും, കാരണം മുമ്പ് 100 കയറിയതല്ല 250 300 എന്നാണ്, കാരണം അവർക്കും ഇത് വരും. ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി തിയേറ്റർ കുറയും. ഇത് മലയാള സിനിമയ്ക്ക് നല്ല പണിയാണ് കിട്ടുന്നത്. 1. 2, ഈ OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് മുൻകാലങ്ങളില്ലാത്തൊരു സംഭവം. എനിവേ ഇത് വന്നപ്പോൾ കിട്ടി. അപ്പോൾ ഈ OTT-കാരൻ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞ പൈസയ്ക്ക് 25 കോടി ഞങ്ങൾ തരാം. കാരണം ഇവർക്ക് ഇപ്പോൾ എന്താണ് OTT-ൽ ഒരു സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് വരണം. ഇങ്ങനെ കേരളത്തിൽ 1 കോടി സിനിമാ ആരാധകരുണ്ടെങ്കിൽ ഈ 1 കോടി സിനിമാ ആരാധകരും 1000 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പൈസ കുറയ്ക്കും. പിന്നെ ഇവർക്ക് എന്തായി? പിന്നെ സാർ ഒരു ബിഗ് ബഡ്ജറ്റ് പടം കൊണ്ട് വരുമ്പോൾ പറയും 2 കോടി തരാം, വെച്ച് ചോദിക്കും എന്ന് പറയുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. നാട്ടുകാർ നിങ്ങളോട് ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കാത്തതെന്ന്. ഇത് പണിയാണ്. ഞാൻ പറയുന്നു OTT ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഭാവിയിൽ ഇപ്പോൾ അവർ മുന്നും നോക്കാതെ എടുക്കുന്നത് ഈ OTT എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കൃത്യം ഒരു സന്തോഷം വേണ്ടിയിട്ട് ഈ സിനിമ ഫസ്റ്റ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയ പണിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അല്ല, അതിന് വേറൊരു എല്ലാവരും ചെയ്യുന്ന ഒരേ ബിസിനസ്സാണ്. ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതാവും. ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുന്നതും ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് ഇതൊരു പണിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ സ്വന്തം സിനിമ കഴിയുന്നത് OTT ചെയ്യരുത്. ഇത് ഇന്ന് നിങ്ങൾക്ക് ഗുണമാണ്, നാളെ നിങ്ങൾക്ക് മുട്ട പണിയാകും.